സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ആരാധകരുള്ള നടിയും നർത്തകിയുമാണ് ആര്യ പാർവതി. വീട്ടുകാര്യങ്ങളും അനുജത്തി പാലുവെന്ന് വിളിപ്പേരുള്ള ആദ്യ പാർവതിയുടെ വിശേഷങ്ങളും ആര്യ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കാറുണ്ട്. ആര്യ പാർവതിയുടെ 24ാമത്തെ വയസ്സിലാണ് പാലു ഉണ്ടാവുന്നത്. തന്റെ ജീവിതത്തിൽ കൈവന്ന സന്തോഷമാണ് പാലുവെന്ന് ആര്യ പറയുന്നത്. എന്നാൽ പലപ്പോഴും നെഗറ്റീവ് കമന്റുകൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ടെന്നും ആര്യ പറയുന്നു. ഒരഭിമുഖത്തിലാണ് പാലുവിനെ കുറിച്ചും നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും ആര്യയും അമ്മ ദീപ്തിയും മനസ്സ് തുറന്നത്. ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അമ്മയ്ക്ക് 46 വയസ്സായിരുന്നു. എന്നോട് ആദ്യം മറച്ചു വെച്ചു ഈ വാർത്ത. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡാൻസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു ഞാൻ. ഇടയ്ക്ക് വന്നു പോകുമ്പോൾ അമ്മയ്ക്ക് ചെറിയ വയറുണ്ട്. അന്ന് ഞാൻ കളിയാക്കിയപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു. പിന്നീട് അച്ഛൻ ഫോണിലൂടെയാണ് എന്നോട് വിവരം പറയുന്നത്. ഇത്രയും വർഷം ഒറ്റ മോളായിരുന്നിട്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തായിരുന്നു അമ്മയ്ക്ക് പേടി. ആര്യയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് മറച്ചു വെച്ചതെന്ന് അമ്മ ദീപ്തി പറയുന്നു. 23 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു കുഞ്ഞിനോട് പെട്ടെന്ന് വീട്ടിലേക്ക് ഒരാൾ കൂടി വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഉൾക്കൊള്ളണമെന്നില്ല. പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഭയമായിരുന്നു. ഒന്നാമത് എൻ്റെ കൂടെ ഇല്ല, വീട്ടിൽ നിന്ന് ദൂരെയാണ്. ബന്ധുക്കൾ എന്തു പറയും, സമൂഹം എന്തു പറയുന്നു എന്നൊന്നും എനിക്ക് വിഷയമില്ല. അവൾ അതിനെ പോസിറ്റീവായി എടുത്തതിൽ സന്തോഷം. ഇതുപോലെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞതിന് മോൻ ഉപദ്രവിക്കാൻ വന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞ മാതാപിതാക്കളുണ്ട്. ദീപ്തി പറയുന്നത്. ഹാപ്പിയാണോ അതോ അഡ്ജസ്റ്റ് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വന്നു. എനിക്ക് എൻ്റെ അമ്മയുടെ ഡെലിവറി കണ്ട ശേഷം അമ്മയോട് തർക്കുത്തരം പറയാൻ മടിയാണെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. എല്ലാ മക്കൾക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല അമ്മയുടെ ഡെലിവറി നേരിട്ട് കാണാൻ പറ്റുക എന്നത്. അവിടെ കണ്ട കാഴ്ചകളെല്ലാം നേരിട്ട് കണ്ടാൽ ഒരു മക്കളും അമ്മയോട് കയർത്ത് ഒരു വാക്ക് പോലും പറയില്ല. പാലു എനിക്ക് വൈകി വന്ന സന്തോഷമാണ്. അവളെ മിസ് ചെയ്യുമ്പോൾ എനിക്ക് വിഷമം വരും. ഒരു സ്പർശനത്തിന് വരെ വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അവൾ വന്നതിന് ശേഷമാണ്. എനിക്ക് ലഭിച്ച അനുഗ്രഹമാണവൾ. അച്ഛനെയും അമ്മേനെയും ചേർത്ത് മോശം കമന്റുകൾ വന്നിരുന്നു. പാല് വന്നതിന് ശേഷം അതേ ആളുകൾ തന്നെയാവും നല്ല കമന്റുകൾ ഇട്ടത്. കിളവിക്ക് കുറെ വർഷം കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ടായി, പിന്നെ ഈ പെണ്ണിന് ഈ കൊച്ചൊരു ഭാരമല്ലേ എന്നൊക്കെ കമന്റ് ഇടുന്നവരുമുണ്ട്. ഇവൾ കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഈ കുട്ടി അനാഥയാവില്ലേ എന്നൊക്കെയാണ് കമന്റ്. കുറെയൊക്കെ അമ്മ കാണണ്ട എന്ന് കരുതി ഞാൻ ഡിലീറ്റ് ചെയ്യും. റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ അതിനെ നേരം കാണും ആര്യ പറഞ്ഞു.